പഴയ ദിലീപ് അല്ലെങ്കിൽ മോഹൻലാൽ സിനിമകൾ നമുക്ക് വീണ്ടും വീണ്ടും കാണാൻ പറ്റുന്നതെന്ന് പറഞ്ഞാൽ എനിക്ക് തോന്നുന്നു ആ സ്ക്രിപ്റ്റിങ്ങിന്റെ കാര്യം അല്ല ഇപ്പൊ ഞാൻ പറഞ്ഞില്ലേ വാഴ, ഓക്കെ, വാഴ നമ്മൾ കണ്ടു കഴിഞ്ഞു, ചിരിച്ചു കഴിഞ്ഞു, അങ്ങനെ ചില മൊമെന്റുകൾ. പക്ഷെ ഈ കൊക്കരക്കോ എന്നൊക്കെ പറഞ്ഞിട്ട് ചില പടങ്ങളുണ്ട്, കോഴിക്കള്ളന്മാരായിട്ടുള്ള സുധീഷ്, ദിലീപ്, അതിന് നടനായിരുന്നു അറിയാം, വിജയകുമാർ എന്ന നടനാണ്. ഇപ്പൊ കുറെ പടങ്ങളിലൊക്കെ ഉണ്ട്, ഋഷിരാജ് സിംഗ് പോലെ തിരുവനന്തപുരത്തുള്ള വിജയകുമാർ, പിന്നെ ആയിരുന്നു ഇന്ദ്രൻസ്, ഇവര് 4 പേര് കൂട്ടുകാരാണ്. അത് 4 പേരെ കഥ, പിന്നെ പ്രേമകുമാറൊക്കെ ഒരു പടം. പക്ഷെ തമാശയാണ്, സ്ലാപ്സ്റ്റിക്കും മിക്സ്ഡ് ആണ്, സ്ലാപ്സ്റ്റിക്കും മിക്സ്ഡ് ആണ്, സിറ്റുവേഷൻ ഉണ്ട്. എന്നുവെച്ചാൽ കഥയാണെങ്കിലും ഉണ്ടല്ലോ, ലൈഫാണ്, അതാണ് പ്രത്യേകത. ലൈഫുണ്ട്. വാഴയ്ക്ക് ലൈഫില്ലാന്നല്ല, വാഴ എന്ന് പറയുന്നുണ്ടല്ലോ ഒരു കൊളാഷ് പോലെയാണോ, 4 കുടുംബങ്ങൾ, 4 ജീവിതങ്ങൾ, 4 വെറൈറ്റി സ്റ്റോറി ടെല്ലിംഗ് ആണ്. സ്റ്റോറി ടെല്ലിങ്ങിന്റെ സ്റ്റൈല് വേറെയാണ്. പക്ഷെ വെച്ചിട്ടുണ്ടെങ്കിൽ ആ ഫ്ലോ ഇല്ലേ സിനിമയുടെ, ചിലപ്പോ അത് എല്ലാവർക്കും ഗ്രഹിക്കില്ല, പക്ഷെ ഫാസ്റ്റും ആണ് നല്ലോ. നമ്മൾ മറ്റേ എല്ലാവരും ഒരു 20 സെക്കൻഡ് റീലിന് മുകളിൽ റീൽസ് പോലും കാണുന്നില്ല. അപ്പൊ അത്രയും ക്വിക്കായി എല്ലാം. ഇപ്പൊ നമ്മളിപ്പോ ഈ ഇടുന്ന ഇന്റർവ്യൂ പോലും എത്ര പേര് ശ്രദ്ധിക്കുന്നു അതിനകത്ത് നമുക്ക് അറിയാൻ പറ്റും. പക്ഷെ ആവറേജ് ഡ്യൂറേഷൻ വളരെ കുറവാണ്. ഇപ്പോൾ ഏത് ഒരു 5 മിനിറ്റിന് മുകളിലുള്ള ഏത് വീഡിയോ ആൾക്കാർക്ക് ക്ഷമയില്ല ഇപ്പൊ. അത് ഹോം സിനിമയിൽ അതാണ് ഒരു പോയിന്റിൽ പറയുന്നത്. കാരണം ആ മറ്റേ മീനിന്റെ ഒരു വിഷ്വൽ കാണിച്ചിട്ട് പറയല്ല, അവന് ഒരു പോയിന്റിൽ 7 സെക്കൻഡ് വരെ അവന് ഇതുണ്ട്. നമുക്ക് അതുപോലും ഇല്ല, നമ്മുടെ കുറഞ്ഞുകൊണ്ടിരിക്കണ അറ്റൻഷൻ സ്പാന്. അപ്പൊ നമ്മള് ഭയങ്കര സ്പീഡ്, പെട്ടെന്ന് ആവണം എന്നുള്ള ഇതിലാണ്. അപ്പൊ എന്താണ്, പണ്ടൊരു സിനിമ വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പൊ ഒരു 3 മണിക്കൂർ കൂടുതൽ ഒരു സിനിമ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പറയും വലിച്ചിലാണെന്ന് പറയും. പിന്നെ ഭയങ്കര പണ്ടൊക്കെ നമ്മള് 3-3.5 മണിക്കൂർ സിനിമ സമാധാനമായിട്ട്. പിന്നെ എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മേക്കിങ്ങില് പണ്ടത്തെ ആൾക്കാരുണ്ടല്ല, നമ്മള് എന്തൊക്കെ പറഞ്ഞാലേ പണ്ടത്തെ ആൾക്കാരുടെ ക്രിയേറ്റീവ് എന്ന് വെച്ചാല് പരിമിതമായ സാഹചര്യത്തിൽ അവര് ഗംഭീര സാധനങ്ങൾ ചെയ്തു വെച്ചിട്ടുണ്ട്. അവരുടെ ഒരു ശേഷി തന്നെയാണ്, കുറ്റം പറയാൻ പറ്റില്ല. നമ്മൾ ഈ കാത്തിരുന്ന് സിനിമകൾ പലതും പാളിപ്പോയിട്ടുണ്ട്. പിന്നെന്ന് വെച്ചിട്ടുണ്ടെങ്കില് പണ്ടത്തെ വെച്ചാല് ഇന്നെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഉണ്ടല്ലോ, അത് എന്താ സംഭവിച്ചതെന്ന് വെച്ചാല് മനുഷ്യന് ഇപ്പം നവമാധ്യമങ്ങളും എല്ലാ സെറ്റപ്പുകളും വന്നപ്പോണ്ടല്ലോ, അതായത് നമ്മളുണ്ടല്ലോ ആ അഭിനയില്ലേ, ഇപ്പൊ പറയില്ലേ ഭയങ്കര നാച്ചുറൽ ആവണം, അതാവണതാണെന്ന് വെച്ചിട്ട് സാധാരണ ഒരു മനുഷ്യൻ ഇപ്പൊ നമ്മള് തമ്മിൽ സംസാരിക്കുന്ന പോലെ അത്രയ്ക്ക് ആക്കി ഏത് പറഞ്ഞു മനസ്സിലായി. അതായത് ഈ എന്താ പറയാ നാച്ചുറൽ ആയിട്ടുള്ള ആക്ടിങ്ങിൽ ഒരു ഒറിജിനാലിറ്റി വരിക എന്ന് പറഞ്ഞ ഒരു ആദ്യമായിട്ട് ഞാൻ കണ്ടൊരു സിനിമ എന്ന് പറയുന്നത് നമ്മുടെ മഹേഷിന്റെ പ്രതികാരം. അതൊക്കെ പക്ഷെ അത് പക്കാ സ്ക്രിപ്റ്റഡ് ആണെന്ന് വെച്ചാൽ സ്ക്രിപ്റ്റഡ് ആണ്, നമുക്ക് അറിയാൻ പറ്റും അതൊരു പ്രോപ്പർ സ്റ്റോറിയിലാണ് പോകുന്നത്. പക്ഷെ ഒരു സ്ട്രക്ചർ ഉണ്ട്, പക്ഷെ അതുപോലെ അത് ഓർഗാനിക്കുമാണ്. അതുപോലെ ഇപ്പോ മഹേഷിന്റെ പ്രതികാരം കഴിഞ്ഞു പ്രേമം സിനിമ വന്നു. അതായിരുന്നു എനിക്ക് തോന്നുന്നു ഈ ഒരു എഡിറ്റിംഗ് 2015 ശേഷം എഡിറ്റ് ചെയ്തിരിക്കുന്ന ഒരു സിനിമ. പിന്നെ ആ ഒരു ട്രാൻസിഷനും ആ ഒരു സ്റ്റേജും 3 സ്റ്റേജ് ആയിട്ട് ലൈഫിനെ കാണിക്കുന്നു, അതൊക്കെ ഒരു ഡിഫറെന്റ് അപ്രോച്ച് ആണ്. ഫഹദ് ഫാസിലിലെ അന്നറസുൽ പക്ക ഒരു മനുഷ്യന്റെ ജീവിതത്തിന്റെ ഇടയ്ക്ക് ക്യാമറ ചെയ്യുന്നത്. കാരണം യാതൊരുവിധ ഇതില്ല. പിന്നെ ബാക്ക്ഗ്രൗണ്ട് സ്കോർ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അങ്ങനെ മൈൽഡായിട്ട് അവന്റെ മനസ്സിൽ കൂടെ മറ്റേ നമ്മുടെ ചില നേരങ്ങൾ നമ്മുടെ ചെവിട്ടിലെന്തെങ്കിലും ഓരോ ഇമോഷൻ കയറുമ്പോ നമ്മുടെ ഉള്ളിൽ ഒരു തിരികിരിപ്പുണ്ടാവുന്ന പോലെ ഉള്ളൊരു ഫീലാണ് അതിന്റെ മ്യൂസിക്. പക്ഷെ പറഞ്ഞ വാഴ 2 എന്ന് പറയുന്ന സിനിമ അതിനകത്ത് ചെറിയ ഫ്ലോസ് ഉണ്ടെന്ന് പറഞ്ഞാല് സെക്കൻഡ് ഹാഫ് ഒക്കെ പലവരും ഇമോഷണൽ ആയിട്ട്, അതാണ് പറഞ്ഞത്, ഇമോഷണലി നമ്മള് ഒരാളെ ഇമോഷണലി ടച്ച് ചെയ്യാന്ന് പറഞ്ഞാൽ ഏതൊരു സിനിമയും വിജയിക്കുന്നത് ഇമോഷണലി ഹിറ്റ് ചെയ്യുമ്പോഴാണ്. ഇപ്പൊ നമ്മൾ പറയും ഒരു സിനിമ ഒരാളെ കണക്ട് ചെയ്യണം എങ്കിലേ ആ സിനിമ വിജയിക്കുള്ളൂ. ഇപ്പോ ഞാനൊരു സ്റ്റൈല് പറയാം, ഒരു സ്റ്റൈൽ എന്ന് വെച്ചാൽ സംവിധാനത്തിന്റെ ശൈലി. ലാൽ ജോസിന്റെ ഒരു സംവിധാന ശൈലി ഉണ്ടായിരുന്നു, അത് ഭയങ്കര രസമായിട്ട് ഫീൽ ചെയ്തിട്ടുള്ള ഒരു സംവിധാന ശൈലി ഉണ്ട്. എന്നുവെച്ചാല് ആളുടെ 3 പടങ്ങൾ 3-4 പടങ്ങൾ അയാൾ ഞാനും തമ്മിൽ അതുപോലെ തന്നെ ശ്രദ്ധിക്കാത്തതുണ്ടോ എന്നറിയില്ല, ഞാൻ കണ്ടിട്ടുള്ള ശ്രദ്ധിച്ചിട്ടുള്ളതാണ്. അതായത് ഈ 4 പടങ്ങൾ, അതായത് അയാളുടെ ഫസ്റ്റ് പടം നമ്മുടെ മമ്മൂട്ടിയുടെ മറുത്തൂർഗനം, രണ്ടാമത്തെ പടം ചന്ദ്രനിക്കില്. പിന്നെ ഇത് ഈ ശൈലി ശ്രദ്ധിച്ചുള്ള പടം ഉണ്ടോ ക്ലാസ്മേറ്റ്സ്. പിന്നുള്ളത് വെച്ചിട്ടുണ്ടെങ്കിൽ അയാൾ ഞാൻ ഇതിന്റെ ശൈലി എന്ന് വെച്ചാൽ എന്താ പറയും, ആദ്യം കഥ പറഞ്ഞു തുടങ്ങുമ്പോ ഇന്നത്തെ കാലത്ത് നിന്ന് കഥ പറയും. ഫ്രെയിം ആദ്യം തുടങ്ങുമ്പോ ഇന്നെന്താണോ പ്രസന്റ്, എന്നിട്ട് പ്രസന്റയിൽ അയാൾ ഒരു പോയിന്റിൽ കൊണ്ടെത്തിക്കും. മറവത്തൂർ കനവിൽ എങ്ങനെയാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇയാള് ഒരു ജയിലിൽ നിന്ന് ഇറങ്ങിയിട്ട് ഒരു മറവത്തൂർക്ക് വരികയാണ്. അവിടെ വെച്ചിട്ട് ദിവ്യാവണിനായിട്ട് ഒരാളെ കാണുന്നു, പടത്തിന്റെ പുറകെ മറന്നുപോയി, കാണുന്നോടത്ത് വെച്ചിട്ട്
ഇവര് തമ്മിൽ കണ്ടുകൊടുക്കുന്നത് പഴയ പോയിന്റിലേക്ക് പോകണം, ഓക്കെ. ഓർമ്മയിലേക്ക്, ഫ്ലാഷ് ബാക്കിലേക്ക് പോകണം. അപ്പൊ അതൊക്കെ നല്ല ഇമ്മൻസ് റിസർച്ച് ചെയ്തിട്ടുണ്ടാവും ഇതിന്റെ ബാക്കിൽ. സർഗാത്മകമായിട്ട് എന്താണോ എന്താണെന്ന് അറിയില്ല, പക്ഷെ അന്നതായിരിക്കും അതെ. കഥ പറഞ്ഞോണ്ടിരിക്കും. അത് അന്ന് ഈ ഗൃഹപാഠങ്ങളായിരിക്കൂല, ഇവര് പറഞ്ഞിട്ടുണ്ടല്ല, അവിടെ ഒരു നാച്ചുറൽ ആയിട്ടൊരു സ്റ്റോറി രൂപപ്പെട്ടു വരും, അവരുടെ ശൈലിയായിട്ട് മാറും അത്. ഇപ്പോ രണ്ടാമത്തെ പടം പറയണെങ്കിലും ഈ ചന്ദ്രനദിക്കില് ഇതുപോലെ തന്നെയാണ്. ദിലീപ് ടാക്സി ഡ്രൈവറായിട്ട് ജീവിക്കുന്നു. ഒരു പോയിന്റിൽ അയാളുടെ കുറച്ച് ഫോട്ടോസ്, അയാളുടെ പഴയ കൈ തട്ടിയിട്ട് അയാളുടെ പഴയ കൂട്ടുകാരിയുടെ ഫോട്ടോ ഇട്ടുന്ന അവിടെ നിന്ന് കഥ ബാക്കിലേക്ക് വന്നു. ദെൻ ക്ലാസ്മേറ്റ്സ്, ഇവരിതിന് വരുന്നു, മറ്റേ ഇവൻ സൂയിസൈഡ് മറ്റേ കഴുത്തിൽ കമ്മ്യൂണിക്കേറ്റ് കിടക്കുന്നതാണെന്ന് നേരെ കഥ വയസ്സിലൂടെ കഥ ബാക്കിലേക്ക് വന്നു. അയാളും ഞാനും തമ്മിൽ രവിത്തരയൻ ഇങ്ങനെ വന്നിട്ട് ആ കൊച്ചിന് എന്തൊരു പ്രശ്നമൊക്കെ വന്നിട്ട് അങ്ങനെ എന്തോ ഒരു സിറ്റുവേഷൻ ബാക്കിലേക്ക് വന്നു. ആക്സിഡന്റ് ആവണതും അയാളുടെ ഫ്ലാഷ് ബാക്കിലേക്ക് വന്നു. ഇനി ഫ്ലാഷ് ബാക്ക് പറഞ്ഞു കഴിഞ്ഞിട്ട് ഒരു പോയിന്റിൽ എത്തുമ്പോൾ ഫ്ലാഷ് ബാക്ക് കട്ട് ചെയ്തിട്ട് പ്രസന്റ് ഡേയിൽ കൊണ്ടുവരും. അതായത് ഒരാളുടെ കഥ പറഞ്ഞ് തീർക്കും, എന്നിട്ട് പ്രസന്റ് ഡേയിൽ കൊണ്ടുവന്നിട്ട് അതിനൊരു വേറൊരു വേർഷൻ ഉണ്ടാവും ഒരാളുടെ, അയാളുടെ വേർഷനിലേക്ക് പോകും. എന്നിട്ട് ആ വേർഷൻ കൂടി കംപ്ലീറ്റ് ചെയ്തിട്ട് എന്താണോ അയാളുടെ ലൈഫിൽ നടന്ന പ്രശ്നങ്ങൾ മുഴുവൻ പറഞ്ഞു തീർത്തിട്ട് ഇന്നത്തെ പ്രസന്റ് ഡേയിലോട് അവസാനിക്കും. ഇതൊരു ശൈലിയാണ്, മനോഹരമായിട്ടുള്ള ശൈലിയാണ്. കാരണം ഈ മറവത്തൂർ കനവിലാണെങ്കിൽ ഇയാളുടെ ഭാഗം പറയും, അടുത്ത വേറൊരാളുടെ ഫ്ലാഷ് ബാക്ക്, അടുത്ത അവസാനം ഈ പള്ളി മറ്റേത് പാട് അവസാനം ചന്ദ്രദിക്കിൽ എങ്ങനെയാണ് ഇയാളുടെ ഭാഗം പറഞ്ഞു കഴിഞ്ഞിട്ട് ബിജു മേനോന്റെ ഒരു കഥ പറയും. ബിജു മേനോൻ കല്യാണം കഴിച്ച് കാവ്യന കല്യാണം കഴിച്ചിട്ടുള്ള ഒരു ലൈഫിന്റെ കഥ പറയും. എന്നിട്ട് അവസാനം പ്രസന്റ് ഡേയിൽ അയാള് വേറൊരു പെണ്ണിനെ കെട്ടിയിട്ട് ഹാപ്പി എൻഡിങ് അങ്ങനെ ആക്കിയിട്ടാണ് പടം. ഇതൊരു ശൈലിയാണ്. അപ്പൊ ഇതിനോടനുബന്ധിച്ച് ഒരു 5 ചോദ്യങ്ങൾ ഞാൻ ചോദിക്കാം. 5 സ്പോർട്ട് ക്വസ്റ്റ്യൻസ് ആയിരിക്കും. അല്ല, 5 എന്ന് ഉദ്ദേശിച്ചു കഴിഞ്ഞാല് ആദ്യം ഒരു ചോദ്യം ചോദിക്കാം. ഓക്കെ. നിങ്ങൾ മോഹൻലാൽ ഓർ മമ്മൂട്ടി ഫാനാണോ? ആരുടെ ഒപ്പമാണ്? മനസ്സിലായില്ല. നിങ്ങളുടെ തോട്ട്സ് അല്ലെങ്കിൽ നിങ്ങളെ പണ്ട് മുതലേ ഫോളോ ചെയ്യുന്ന ഒരു മോഹൻലാലിന്റെ ആരാധകനാണ്. എനിക്ക് ഇഷ്ടമാണ് അഭിനയം. പണ്ട് എന്തുകൊണ്ടെന്ന് പണ്ട് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ പറഞ്ഞ ആളുടെ ആക്ഷൻ ഇത് കണ്ടിട്ടുള്ള ഇഷ്ടമാണ്. ആടുതോമ അങ്ങനത്തെ ഒരു ഇതുണ്ടല്ലോ, മീശവിരി ഒരു ആക്ഷന്റെ ശൈലിയുണ്ട് പുള്ളിയുടെ. മമ്മൂട്ടിയുടെ ആക്ഷന്റെ ശൈലി വെച്ചിട്ടുണ്ടെങ്കിൽ ആളൊരു വലിയൊരു നമുക്ക് മറ്റേ മോഹൻലാലിന്റെ ഒരു ചെറുപ്പമല്ല മമ്മൂട്ടിയിൽ ഫീൽ ചെയ്ത്, മറ്റേ കുറച്ചുകൂടി ഗാംഭീര്യമുള്ള ഒരു വലിയ ആ ഒരു സെറ്റപ്പിലുള്ള ആൾക്കാർ പറയും മറ്റേ മമ്മൂട്ടി മറ്റേ മോഹൻലാലാണ് തമ്പുരാൻ സ്റ്റൈലൊക്കെ ധ്രുവത്തിന് അല്ലെങ്കിൽ മറ്റേ ധ്രുവത്തിനൊക്കെ വെച്ച് വെക്കാൻ പറ്റിയൊരു ഒരു ഹീറോ ഒരു പൗരുഷമുള്ള ആൾക്കാർ ഇപ്പൊ അടുത്തിറങ്ങിയ 4 സിനിമ. അല്ലല്ല, അങ്ങനെയല്ല. മമ്മൂട്ടി എന്ന് പറഞ്ഞ നടൻ നല്ല മറ്റേ ഈ പണ്ട് മറ്റേ ഇതൊക്കെ അഭിനയിച്ച് വെച്ചിട്ടുണ്ട്. ഏത് നമ്മുടെ പൊന്തം മാട, കുട്ടുറുമീസിന്റെ സൂര്യമാനസം, മറ്റേ ധാരാളം ഇതിലും, അതായത് അവാർഡ് സിനിമകളിലൊക്കെ അല്ല അവാർഡ് സിനിമകളിലല്ല, നല്ല കഥാപരമായിട്ടുള്ള സിനിമകളിൽ നല്ല ക്യാരക്ടർ മമ്മൂട്ടി ചെയ്തിട്ടുണ്ട്. തത്തുല്യമായിട്ട് ഉയരഞ്ഞ നാടാകെ അങ്ങനെയുള്ള മറ്റേ മോഹൻലാലും ചെയ്തു വെച്ചിട്ടുണ്ട് ഇതുപോലത്തെ അത്രയും നല്ല കഥാപാത്രങ്ങൾ. മറ്റേ പപ്പടച്ചെട്ടി അങ്ങനെ നല്ല നല്ല കഥാപാത്രങ്ങൾ മോഹൻലാലും ചെയ്തു വെച്ചിട്ടുണ്ട്. ഞാൻ പറഞ്ഞ അതല്ല, മമ്മൂട്ടി ആക്ഷൻ കാണിക്കുന്നതല്ല നമ്മള് കൂടുതലും മോഹൻലാലിനോട് എന്തോ ഇഷ്ടം. നമുക്കത് അറിയില്ല. അത് പിന്നെ കോമഡി മോഹൻലാൽ കാണിക്കുന്ന ചില നിനക്ക് കോമഡികളുണ്ട്. വെച്ചാല് ഒരു സീരിയസ് എന്ന് പറയില്ല, നമ്മളൊരു പ്രിയദർശന്റെ ഒരു മറ്റേ ഒരു സ്ലാപ് സ്റ്റിക്ക് കോമഡിയുടെ ഒരു ഇതുകളുണ്ടായിരുന്നു കുറെ കാലം. അതായത് ഈ അരമ്പളസരങ്ങീനരം, വന്ദനം, അങ്ങനെ ഒരു സീരിയസ് ചെയ്ത് മറ്റേ ബോയിങ് അങ്ങനത്തെ പടങ്ങള്, മഴ പെയ്യുന്ന പദം കൊടുക്കും. അപ്പൊ അതിലൊക്കെ കോമഡി കണ്ടിട്ട് മോഹൻലാലിനോട് ഇഷ്ടമാണ്. ഓക്കെ. അപ്പൊ അതിന്റെ കൂടെ തന്നെ ഞാൻ പറഞ്ഞല്ലോ ഒരു ചോദ്യങ്ങള്, അതിനകത്ത് ഞാൻ അടുത്തൊരു ചോദ്യം ചോദിക്കുന്ന ഇപ്പൊ ഞാൻ ചോദിക്കുകയാണ്, സ്പോർട്ട് ക്വസ്റ്റ്യൻ ആണ്. മനുഷ്യന് ഇഷ്ടമുള്ള ഒരു 5 നടന്മാരെ പേരും നടനോ നടിമാരുടെ പേര്, ഇഷ്ടമില്ലാത്ത 5 നടിമാരുടെ പേര്, എന്തുകൊണ്ടാണ് അവർ ഇഷ്ടമല്ലാത്തത്? ഒരു അതായത് ഇപ്പത്തുള്ള ആൾക്കാരാവാം, മുമ്പുള്ള ആൾക്കാരാവാം, ഡിപ്പെൻഡ്സ് ഓൺ യുവർ ടേസ്റ്റ്. അല്ല, അങ്ങനെ ഇഷ്ടമല്ലാത്തതെന്ന് പറയാൻ പറ്റത്തില്ല. അല്ല, ഇതില് ചോദ്യത്തിലെ പ്രശ്നം എന്താണെന്നറിയോ? നടന്മാർ ഇഷ്ടപ്പെടാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അങ്ങനെ പറ്റത്തില്ല. ഞാൻ പറഞ്ഞ അവരുടെ ആക്ടിങ് സ്കെയിൽ അല്ലെങ്കിൽ അങ്ങനെ തോന്നുന്നു. ഇപ്പൊ ഫോർ എക്സാമ്പിൾ ഒരു സ്ത്രീ കഥാപാത്രമായിട്ട് അഭിനയിച്ച മഞ്ജു വാര്യർ എനിക്ക് ഇഷ്ടമല്ല, കാരണം അവര് ഞാൻ മീറ്റ് ചെയ്യുന്ന പോലെ അല്ല അഭിനയിക്കുന്നത്. അതൊരിക്കലും പറയാൻ പറ്റത്തില്ല. അതൊരു മറ്റേ നമ്മൾ ചോദ്യത്തിൽ തെറ്റുണ്ട്. ചോദ്യം ശരിയല്ല പറഞ്ഞു. അതെന്താന്ന് വെച്ചാല് മഞ്ജു വാര്യരുടെ ദയ എന്ന് പറഞ്ഞ സിനിമയിലെ കഥാപാത്രത്തിന് എനിക്ക് ഇഷ്ടമല്ല. പക്ഷേ മഞ്ജു വാര്യരുടെ അല്ലെങ്കിൽ ഇപ്പൊ ഞാൻ സിനിമ ആക്ടിങ് പറയുന്ന കാരണം എന്താ വെച്ചാല് അടിസ്ഥാനപരമായിട്ട് എന്താ അറിയോ,
സിമ്പിളാണ്. ദയ എന്ന് പറഞ്ഞ സിനിമയല്ല മഞ്ജു വാര്യരുടെ അഭിനയം എനിക്ക് ഇഷ്ടമായിട്ടില്ല. കാരണം അതില് അത്രയും ഇതായിട്ട് തോന്നിയില്ല. അതിനെ മെച്ചപ്പെടുത്തിയിട്ടുണ്ട് വേറെ സിനിമ. മെച്ചപ്പെടുത്തിയതല്ല, അവര് നല്ല നടിയാണ്. പക്ഷെ എന്താണ് അവരായിരുന്നില്ല മിസ്കാസ്റ്റിംഗ് ആയിട്ട്. ദയ എന്ന പെൺകുട്ടിയായിട്ട് അഭിനയിക്കുമ്പോ കറക്റ്റ് ആണ്. പക്ഷെ ആ സിനിമ എന്ന് പറയുന്നത്, ആ കഥ എന്ന് പറയുന്നത് വളരെ കോംപ്ലക്സ് ഉള്ള ഒരു കഥയാണ്. അതായത് ഒരു ആ സിനിമ കണ്ടിട്ടില്ലല്ലോ. അതായത് അറേബ്യൻ ഒരു ടൈലാണ്, ഒരു കഥയാണ്. അതിലൊരു ഭാഗത്ത് ഈ ദയ എന്ന പെൺകുട്ടി കൊള്ളക്കാരാൽ പിടിക്കപ്പെട്ടിട്ട് അവിടെ നിന്ന് രക്ഷപ്പെട്ടു വരുന്ന രംഗമുണ്ട്. അവിടെ നിന്ന് രക്ഷപ്പെട്ടിട്ട് അവൾ ഒളിച്ചു താമസിക്കാൻ വേണ്ടിട്ട് ഒരു ആണിന്റെ രൂപത്തിലാണ് ജീവിക്കുന്നത്. ആ ഭാഗം അത്ര നമുക്ക് കൺവിൻസിങ് അല്ല.